ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചതെല്ലാം പ്രോസസ്സറിനകത്തുള്ള ഓരോരോ കമ്പോണൻസിൻ്റെ ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. ALU ഡിസൈൻ ചെയ്തു, ഫ്ലാഗ് രജിസ്റ്റർ ഡിസൈൻ ചെയ്തു, ഇങ്ങനെ പല പല കമ്പോണൻസിനെ നമ്മൾ ഡിസൈൻ ചെയ്തു. അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് ഒരു പ്രോസസ്സർ യൂണിറ്റ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോസസ്സർ ആകുമ്പോൾ നമുക്ക് അതിനകത്ത് വരുന്ന മെയിൻ കമ്പോണൻ്റ് എന്ന് പറയുന്നത് ഒരു ALU ആണ്. സോ അപ്പോൾ ഈ ALUവിലേക്ക് നമുക്ക് ഓൾറെഡി അറിയാം 2 ബസ്സസ് ആണ് വരുന്നത് എന്നുള്ളത് അറിയാം. ബസ് എയും ഉണ്ട്, ബസ് ബിയും ഉണ്ട്. ഓക്കെ, ഇതിൽ ബസ് എക്കകത്ത് എന്ത് വരണം എന്നുള്ളത് സെലക്ട് ചെയ്യണം, അതുപോലെ ബസ് ബിക്കകത്ത് നിന്ന് എന്ത് വരണം എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പോൾ അത് സെലക്ട് ചെയ്യാനായിട്ട് 2 സെലക്ഷൻ പോർഷൻ ഉണ്ട്. സോ ഇവിടെ ബസ് എ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അതുപോലെ ഇവിടെ ബസ് ബിക്കകത്ത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ്. സോ ഇവിടെ ബസ് എയിലും ബിയിലും സെലക്ട് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലേക്ക് വരുന്നത് ഒന്നുകിൽ നമുക്ക് ഇൻപുട്ട് ഡിവൈസസിൽ നിന്നുള്ള, അല്ലെങ്കിൽ മെയിൻ നമ്മുടെ സെക്കൻഡറി സ്റ്റോറേജിൽ നിന്നുള്ള മെമ്മറി ഡേറ്റയാവാം. അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റാസ് എക്സ്റ്റേണലി വരുന്നു. ഇതിനെ നമുക്ക് ഇൻപുട്ട് ഡേറ്റ എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ഒന്നുകിൽ ഇവിടേക്ക് വരുന്നത് ഇൻപുട്ട് ഡേറ്റാസ് ആയിരിക്കും. ഓക്കെ, ഈ ഇൻപുട്ട് ഡേറ്റ ആവാം, അതല്ലെങ്കിൽ നമുക്ക് ഈ പ്രോസസ്സറിനകത്ത് ഒരു രജിസ്റ്റർ ഫയൽ ഉണ്ടെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പോൾ ആ രജിസ്റ്റർ ഫയലിനകത്തു നിന്നുള്ള ഏതെങ്കിലും ഡേറ്റ ആവാം. ഇപ്പോൾ രജിസ്റ്റർ ഫയൽ എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സ് ആണ്. ആ കളക്ഷൻ ഓഫ് രജിസ്റ്റേഴ്സിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വാല്യൂ ആയിരിക്കും നമുക്ക് വരിക. അപ്പോൾ R1 മുതൽ R7 വരെ ഒരു 7 രജിസ്റ്റേഴ്സ് ഉള്ളതായിട്ടാണ് നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഈ രജിസ്റ്ററിൽ നിന്നുള്ള ഡേറ്റ ആയിരിക്കാം ചിലപ്പോൾ ഈ ബസ് ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ബസ്സിലേക്ക് സെലക്ട് ചെയ്യേണ്ടത് ഒന്നുകിൽ രജിസ്റ്ററിൽ നിന്നുള്ള ഡേറ്റ ആയിരിക്കാം, അതല്ലെങ്കിൽ ഇൻപുട്ടിൽ നിന്നുള്ള ഡേറ്റ ആയിരിക്കാം. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്യാനായിട്ട് 3 സെലക്ട് ഇൻപുട്ട്സ് വരുന്നുണ്ട്. ഇതിനെ നമുക്ക് നമ്പറിങ് ചെയ്യാം, 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ദെൻ അതിനെ ഗ്രൂപ്പ് ചെയ്യുകയാണ്, A ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്തു. അതുപോലെ ബസ് ബിയിലും നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് 3 ഇൻപുട്ട് ലൈൻസ് വരും. ആ 3 ഇൻപുട്ട് ലൈൻസിനെ 4, 5, 6 എന്ന് പറഞ്ഞ് എടുത്തു. അതിനെ B ഗ്രൂപ്പായിട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ ഇത് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവസാനം നമ്മൾ കൺട്രോൾ വേർഡ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ലൈൻസിനെയും നമ്മൾ ഓരോ ബിറ്റ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ആ ബിറ്റ് എന്ത് കൊടുത്താൽ നമുക്ക് ഇതിൽ നിന്നുള്ള ഡേറ്റ കിട്ടും എന്നുള്ളത് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ രജിസ്റ്റർ ഫയലിൽ നമുക്ക് ഏതെങ്കിലും ഒരു രജിസ്റ്ററിനെ സെലക്ട് ചെയ്യണമെങ്കിൽ, റീഡോ റൈറ്റോ ഓപ്പറേഷൻസും രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഡെസ്റ്റിനേഷൻ സെലക്ട് എന്നുള്ള ആ ഒരു ഓപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ഇൻഡിവിജ്വലി ഓൾറെഡി സർക്യൂട്ട്സ് ഡിസൈൻ ചെയ്തതാണ്. അപ്പോൾ ഇതിനകത്തു നിന്ന് നമ്മൾ ഒരു ഡെസ്റ്റിനേഷനെ സെലക്ട് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ രജിസ്റ്റർ സെലക്ട് ആവുന്നത്. അപ്പോൾ ഇതിനെ സെലക്ട് ചെയ്യാനായിട്ട് നമുക്ക് ഇവിടെയും ഒരു 3 ഇൻപുട്ട് വരുന്നുണ്ട്. ഈ 3 ഇൻപുട്ട് അതിൻ്റെ കണ്ടിന്യൂസ് നമ്പറിങ് 7, 8, 9 ആയിട്ട് എടുക്കുന്നു. ഇതിനെ നമ്മൾ D ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുന്നു. ഓക്കെ, D ഗ്രൂപ്പിലുള്ള എലമെൻറ്റ്സ്. ദെൻ അപ്പോൾ ALUവിലേക്ക് നമ്മൾ ഡേറ്റ എടുക്കേണ്ട ഇത് പറഞ്ഞു. ദെൻ അതിനുശേഷം ഈ ALUവിൽ നമുക്ക് എന്ത് ഓപ്പറേഷനാണ് പെർഫോം ചെയ്യുന്നത്, നമുക്ക് ഓപ്പറാൻഡ്സ് എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുന്നത് ഏതാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 4 കൺട്രോൾ സിഗ്നൽസ് ആണുള്ളത്. ഈ 4 കൺട്രോൾ സിഗ്നൽസിൽ 3 എണ്ണം നമ്മൾ ഏത് ഫങ്ഷനാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ളത് സെലക്ട് ചെയ്യാനും, പിന്നെ ഒരെണ്ണം ക്യാരി ഇന്നായിട്ടും വരുന്നു. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നമ്പറിങ് ചെയ്യുന്നത് 10, 11, 12, 13 ഇങ്ങനെ നമ്മൾ നമ്പറിങ് ചെയ്യുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്തെങ്കിലും ഒരു വാല്യൂ എന്തെങ്കിലും ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെ നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷിഫ്റ്ററിനേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആവശ്യമുണ്ടെങ്കിൽ ഷിഫ്റ്റ് വർക്കാവും. അപ്പോൾ ഇത് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെയും കൺട്രോൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നുണ്ട്. 3 കൺട്രോൾ സിഗ്നൽസ്, അതാണ് 14, 15, 16 ആയിട്ട് നമ്മൾ പറയുന്നു. ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് H ഗ്രൂപ്പായിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ALUവിൻ്റെ റിസൾട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാറ്റസ് രജിസ്റ്ററിനെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമുക്ക് സ്റ്റാറ്റസ് രജിസ്റ്റർ വരുന്നത്. സ്റ്റാറ്റസ് രജിസ്റ്റേഴ്സിൽ നമുക്ക് ആദ്യം ഓവർഫ്ലോ ആണ് വരുന്നത്. അപ്പം F അല്ല, B ആണ്. ഓവർഫ്ലോ എന്ന് പറയുന്നത് B ആണ്.
വി ബിറ്റ്, പിന്നെ 0 ബിറ്റ്, സൈൻ ബിറ്റ്, ക്യാരി ബിറ്റ്. ഇത്രയും ഫ്ലാഗ്സ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചത്. ഷിഫ്റ്റ് ഓപ്പറേഷൻ ചെയ്തതിന് ശേഷവും നമുക്ക് ചിലപ്പോൾ ഈ ഒരു അപ്ഡേഷൻ വേണ്ടി വരും. അപ്പോൾ അത് തമ്മിലും ഒരു കണക്ഷൻ വരുന്നുണ്ട്. ദെൻ അതിനുശേഷം ഈ ഷിഫ്റ്ററിൽ നിന്നുള്ള ഡേറ്റയാണ് നമ്മൾ ഔട്ട്പുട്ട് ഡേറ്റ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഔട്ട്പുട്ട് ഡേറ്റനെ നമ്മൾ ഏതർ ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് കൊടുക്കാം, അതല്ല എങ്കിൽ ചിലപ്പോൾ നമുക്ക് രജിസ്റ്ററിലേക്ക് സ്റ്റോർ ചെയ്യേണ്ടി ഉണ്ടാകും. അപ്പോൾ അതിനുവേണ്ടി രജിസ്റ്റർ ഫയലിലേക്ക് കൂടി നമ്മൾ കണക്ട് ചെയ്തു. ഇതാണ് ഹോൾ പ്രോസസ്സറിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് പ്രോസസ്സറിൻ്റെ ഡിസൈൻ തന്നെ. അപ്പോൾ ഇപ്പം നമ്മൾ ഈ വരച്ച ഇൻപുട്ട് സിഗ്നൽസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ കൺട്രോൾ വേർഡ് പറയുന്നത്. കൺട്രോൾ വേർഡ് വേറൊന്നുമില്ല, ജസ്റ്റ് ഇത്രയും ബിറ്റ്സ് ചേർന്നിട്ടുള്ള ഒരു കൺട്രോൾ വേർഡാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ജസ്റ്റ് നമ്മുടെ ഈ ബിറ്റ് നമ്പറിൻ്റെ ഗ്രൂപ്പും മാത്രം എഴുതിയാൽ മതി. 1 2 3 3 ചേരുന്ന ഗ്രൂപ്പാണ് എ എന്ന് പറയുന്നത്. ദെൻ അതുപോലെ 4 5 6 3 ചേരുന്നതാണ് നമ്മുടെ ബി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിനുശേഷം 7 8 9 എന്ന് പറയുന്നത് ഡി ആണ്. 7 8 9 ഡി ഗ്രൂപ്പാണ്. ദെൻ അതിനുശേഷം 10 11 12 13 10 11 12 13 വരുന്നത്. 13നെ നമ്മൾ സീനായിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ അത് സെപ്പറേറ്റ്ലി സീനായിട്ട് തന്നെ യൂസ് ചെയ്യാം. ഇത് എഫ് ഗ്രൂപ്പാണ്. ദെൻ അതുപോലെ 14 15 16 എന്ന് പറയുന്നത് എച്ച് ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഇത്രയും ബിറ്റ്സിൽ നമ്മൾ കൊടുക്കുന്ന വാല്യൂ 0 or 1 വാല്യൂ നമ്മൾ കൊടുക്കുന്നതിനനുസരിച്ചാണ് ഈ നമ്മുടെ പ്രോസസ്സർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിനനുസരിച്ച് ഏത് ഫംഗ്ഷൻ സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഏത് രജിസ്റ്റർ സെലക്ട് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ പറയുന്ന ബിറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ട്രൂത്ത് ടേബിളും നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. സോ അപ്പം നമ്മളൊരു ബൈനറി കോഡ് അപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ ബൈനറി കോഡ് നമുക്കറിയാം, മിക്കതിനും നമുക്ക് 3 ബിറ്റിൻ്റെ കോമ്പിനേഷനാണ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ബൈനറി കോഡ് 3 ബിറ്റ് കോഡായിട്ട് എടുത്തേക്കുവാണ്. അപ്പോൾ എ ഗ്രൂപ്പിൽ 00 വന്നാൽ എന്ത് സംഭവിക്കും, ബി ഗ്രൂപ്പിൽ 00 ഗ്രൂപ്പ് വന്നാൽ എന്ത് സംഭവിക്കും, ഡി ഗ്രൂപ്പിൽ വന്നാൽ എന്ത് സംഭവിക്കും. ദെൻ എഫിൻ്റെ കൂടെ എഫ് വിത്ത് ക്യാരി ഇൻ എന്ന് പറയുന്നത് 0യും എഫ് വിത്ത് ക്യാരി ഔട്ട് എന്ന് പറയുന്നത് ക്യാരി ഇന്ന് 1 വരുന്ന കേസുണ്ട്. ദെൻ അതിനുശേഷം എച്ച് ഗ്രൂപ്പ് വന്നു കഴിയുമ്പോൾ എന്തായിരിക്കും വരിക, ഇതാണ് പറയുന്നത്. സോ അപ്പം 00 ആണ് വരുന്നതെങ്കിൽ നമ്മുടെ എ ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ എ ഫയലിനെ സെലക്ട് ചെയ്യുന്നതാണ് അല്ലേ, ബസ് എ സെലക്ഷനാണ്. അപ്പം ബസ് എയിലേക്ക് നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് ഡേറ്റ ആയിരിക്കും കൊടുക്കുന്നത്. അതുപോലെ ബസ് ബിക്കും നമ്മൾ 00 ആണ് കൊടുക്കുന്നതെങ്കിൽ അവിടെ വരുന്നത് ഇൻപുട്ട് ഡേറ്റ ആയിരിക്കും. ഡിക്കകത്ത് നമുക്ക് പ്രത്യേകിച്ച് ഓപ്പറേഷൻസ് ഒന്നുമില്ല, കാരണം രജിസ്റ്ററിനെ ഒന്നും തന്നെ നമ്മൾ സെലക്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് ഓപ്പറേഷൻസ് ഒന്നുമില്ല. ദെൻ ഇവിടെ അക്യുമുലേറ്ററിലും സിയിലും ക്യാരിയിലും നമുക്ക് 0 ആയിരിക്കും നമുക്ക് എഫ് വിത്ത് സീൻ 0 വന്നാൽ സംഭവിക്കുന്നത്. അതുപോലെ ക്യാരി 1 ആണ് വരുന്നതെങ്കിൽ A+1 ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. എച്ച് 00 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഷിഫ്റ്റ് ഓപ്പറേഷൻ ആയിരിക്കും പെർഫോം ചെയ്യുന്നത്. ഓക്കെ, ദെൻ അതുപോലെ 00 വരുന്ന കേസ് 001 ആണെങ്കിൽ ഇവിടെ ഇൻപുട്ട് ബസ് എയിൽ സെലക്ട് ആവുന്നത് R1 രജിസ്റ്റർ ആയിരിക്കും. ബിയിലും ആണെങ്കിലും R1 രജിസ്റ്റർ, ഡിയിൽ വരുമ്പോൾ R1 രജിസ്റ്റർ സെലക്ട് ചെയ്യും. ദെൻ ഫങ്ഷൻ വിത്ത് സീൻ 0 ആണെങ്കിൽ A+B ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇത് 1 കൂടി ഉണ്ടെങ്കിൽ A+B+1 ആയിരിക്കും കിട്ടുന്നത്. ദെൻ എച്ചിനകത്ത് നമുക്ക് ആ ഒരു കോഡ് വരികയാണെങ്കിൽ ഷിഫ്റ്റ് റൈറ്റ് ആയിരിക്കും. ഷിഫ്റ്റ് റൈറ്റ് ഇൻപുട്ട് രജിസ്റ്ററിലെ വാല്യൂ 0 ആയിട്ട് കൊടുക്കുന്നു. അതായത് റൈറ്റ് ഷിഫ്റ്റ് ചെയ്തിട്ട് റൈറ്റിലുള്ള ഇൻപുട്ട് വാല്യൂവിനെ നമ്മൾ 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ്. അതുപോലെ 010 ആണെങ്കിൽ നമ്മൾ R2 രജിസ്റ്ററിനെയാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എയിലും ബിയിലും ഡിയിലും എല്ലാം R2 രജിസ്റ്റർ ആയിരിക്കും വരുന്നത്. ദെൻ എഫിലാണെങ്കിൽ ക്യാരി വിത്തൗട്ട് ക്യാരി ആണെങ്കിൽ A-B-1 സെലക്ട് ആവും. മറ്റേത് വിത്ത് ക്യാരി ആണെങ്കിൽ A-B ആയിരിക്കും വരിക. ദെൻ അത് എച്ചിലാണെങ്കിൽ ഷിഫ്റ്റ് ലെഫ്റ്റ് ആയിരിക്കും വരുന്നത്. ഷിഫ്റ്റ് ലെഫ്റ്റ് വരുമ്പോഴത്തേനും IL ബിറ്റിനെ 0 ആയിട്ട് സെറ്റ് ചെയ്യും.
ദെൻ അതുപോലെ 011 ആണെങ്കിൽ R3 രജിസ്റ്ററിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ ഓപ്പറേഷൻ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിക്രിമെൻ്റ് ഓപ്പറേഷനാണ്, A-1 വരും. ദെൻ അതുപോലെ ഇവിടെ ക്യാരി 1 ആണെങ്കിൽ എനെയും ക്യാരിനെയും നമ്മൾ 1 ആയിട്ട് സെറ്റ് ചെയ്യും. ദെൻ എച്ചിലാണ് ആ ഒരു വാല്യൂ വരുന്നതെങ്കിൽ സീറോസിനെയാണ് നമ്മൾ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നത്. ഔട്ട്പുട്ടിലേക്ക് എല്ലാം 0 ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കും. ദെൻ അതുപോലെ 100 വരുന്ന കേസ്, 100 എന്ന് പറയുമ്പോൾ R4 രജിസ്റ്റർ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. R4 രജിസ്റ്ററിനെ സെലക്ട് ചെയ്തിട്ട് ഇവിടെ നമുക്ക് വരുന്ന ഓപ്പറേഷൻ A or B ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ക്യാരിക്ക് ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ട് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എച്ചിന് ഈ ഒരു കോഡിൽ വേറെ ഓപ്പറേഷൻസ് ഒന്നും വരുന്നില്ല. 101 ആണെങ്കിൽ R5 രജിസ്റ്ററിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. ദെൻ ഇവിടെ വരുന്ന ഓപ്പറേഷൻ എന്ന് പറയുന്നത് A/XOR B ഓപ്പറേഷൻ ആയിരിക്കും വരുന്നത്. അവിടെയും നമുക്ക് ക്യാരി ഡിഫറൻസ് ഇല്ല. ദെൻ ഇവിടെ വരുമ്പോൾ സർക്കുലേറ്റ് റൈറ്റ്, നമുക്ക് റൈറ്റിലേക്ക് സർക്കുലേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വെറുതെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് പകരം സർക്കുലർ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ അടുത്തതായിട്ട് 110 കോമ്പിനേഷൻ വരുമ്പോൾ R6 ആണ് നമ്മൾ സെലക്ട് ചെയ്യുന്ന രജിസ്റ്റർ എന്ന് പറയുന്നത് R6 ആണ്. ദെൻ ഇവിടെ പെർഫോം ആകുന്ന ഓപ്പറേഷൻ A and B ഓപ്പറേഷനാണ്. ക്യാരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കത് തന്നെയാണ്. പിന്നെ ഇവിടെ വരുന്നത് സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് ആയിരിക്കും. സർക്കുലർ ലെഫ്റ്റ് ഷിഫ്റ്റ് വിത്ത് ക്യാരി ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അതായത് ക്യാരി ഫ്ലാഗിലുള്ള ബിറ്റും കൂടി ചേർത്തായിരിക്കും നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. പിന്നെ 111 ആണ് വരുന്നതെങ്കിൽ നമ്മൾ രജിസ്റ്റർ സെലക്ട് ചെയ്യുന്നത് R7 ആയിരിക്കും വരിക. ദെൻ ഇവിടെ ഓപ്പറേഷൻ നടക്കുന്നത് A കോംപ്ലിമെൻ്റ് ഓപ്പറേഷൻ ആയിരിക്കും നടക്കുന്നത്. ക്യാരി ഇല്ലെങ്കിൽ, ക്യാരിയുടെ കേസിൽ നമുക്കൊന്നുമില്ല. പിന്നെ H വാല്യൂവിന് ഈ ഒരു കോമ്പിനേഷനിൽ നമുക്ക് ഓപ്പറേഷൻ ഒന്നും പെർഫോം ചെയ്യാനില്ല. ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് ഒരു പ്രോസസ്സർ യൂണിറ്റിനെ കുറിച്ച് പറയുമ്പോൾ വരുന്ന ഓപ്പറേഷൻസ്, അതിൻ്റെ കമ്പോണൻസ്, കാര്യങ്ങൾ എല്ലാം കൂടി. ഓക്കെ, സോ അപ്പോൾ ഇത്രയാണ് സെക്കൻഡ് മോഡ്യൂളിൽ നമുക്ക് മെയിനായിട്ട് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത്.